ഹേ ഗായ്സ്, ലൈഫ് ഓഫ് മൂഫിയാണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എല്ലാം വിശേഷങ്ങൾ? മഴക്കാലമൊക്കെ ആയല്ലേ അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു വൈബ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ പോകുന്നത് നമ്മളെ സ്വന്തം കോഴിക്കോട് ലുലു മാളിലാണ് കേട്ടോ. സംഭവിച്ചാൽ നമ്മളെ വണ്ടിയിലെ കുറച്ച് കാർ ആക്സസറീസ് സാധനങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അതുമാത്രമല്ല ഗൈസ്, ഞാൻ നമ്മളെ യൂട്യൂബ് ചാനലിൽ ആദ്യമെല്ലാം കോഴിക്കോടിൻ്റെ ഒരുപാട് വീഡിയോസ് ഇടാറുണ്ടായിരുന്നു. അത് ഇഷ്ടപ്പെട്ട എൻ്റെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും എൻ്റെ ചാനലിൽ വരാറുണ്ട്. ഇപ്പോൾ കുറേ ബിസി കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രോപ്പറായിട്ട് ഇടാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഇതേപോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അപ്പം അവർ നിരാശപ്പെടുത്താൻ പാടില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ലുലു മാളിൽ പോകുന്നുണ്ട്. അപ്പോൾ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ ഇപ്പോൾ ലുലു മാളിൽ എന്തെങ്കിലും ലേറ്റസ്റ്റ് ഓഫറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ വഴി അറിയിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതാ നമ്മൾ ലുലു മാളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് മാങ്കാവാണ്. ഞങ്ങൾ ഇറങ്ങിയ ദിവസം ഫുള്ള് മഴൻ്റെ ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ ഒരു മഴ വഴിബുണ്ടായിരുന്നുണ്ട് എന്തായാലും. അപ്പോൾ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അതിന് പുറമെ പുതിയ ഓഫർ എന്തൊക്കെയെന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗിലൂടെ അറിയാൻ വേണ്ടി പറ്റും. പലരും ഒരു ധാരണയാണ് ലുലുവിലൊക്കെ എല്ലാ സാധനങ്ങൾക്കും ഭയങ്കര പൈസയാണ്, നമ്മളെ സാധാരണക്കാർക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ അതൊരു തെറ്റായിട്ടുള്ള ധാരണയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളും സാധാരണക്കാരാണ്. അപ്പോൾ ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് പർച്ചേസ് ചെയ്യാറുണ്ട്. ഓഫർ കാര്യങ്ങളൊക്കെ ഇടയ്ക്കുണ്ടാവാറുണ്ട്, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച, ശനിയാഴ്ച, അതേപോലെ തന്നെ ഞായറാഴ്ച. ഈ 3 ദിവസങ്ങളിലാണ് നിങ്ങൾ പോയി പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഓഫർ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുമാത്രമല്ല ലുലുവിൽ വണ്ടിയുടെ പാർക്കിംഗ് ഫ്രീ ആണ്. അത് കാർ ആയിക്കോട്ടെ ബൈക്ക് ആയിക്കോട്ടെ, നിലവിൽ ഇതുവരെ ഫ്രീ പാർക്കിംഗ് ആണ് കേട്ടോ. അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. കാരണം എന്താ വെച്ചാൽ നമ്മൾ പൊതുവേ മാളിൽ കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ എക്സ്ട്രാ പാർക്കിംഗ് ഫീസ് കൊടുക്കാറുണ്ട്. 10 രൂപ, 20 രൂപ, 30 രൂപ ഒക്കെ ആയിട്ട് കൊടുക്കാറില്ലേ. പക്ഷേ ലുലുവിൽ നിങ്ങൾ പോയി പാർക്ക് ചെയ്യുമ്പോൾ ഫ്രീ പാർക്കിംഗ് ആണ് വരുന്നത്. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ പുറത്ത് തന്നെയാണ് നമ്മൾ പാർക്കിംഗ് ചെയ്തത്. ബാക്കിയുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഈ ഒരു സ്പേസ് ഒന്നും കിട്ടാറില്ല, ഉള്ളിലോട്ട് പോകണം. പക്ഷേ ഇന്ന് ഫ്രീ ആയതുകൊണ്ട് തന്നെ ഞങ്ങളെ വണ്ടി ഇതാ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അപ്പോൾ കറക്റ്റായിട്ട് പാർക്കിങ്ങിൻ്റെ ആ ഒരു കോളത്തിനുള്ളിൽ തന്നെ മാക്സിമം വണ്ടി വെച്ച് സെറ്റൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ അബുവിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വണ്ടി എവിടെ പാർക്ക് ചെയ്താലും ഒരു 2 മിനിറ്റ് വണ്ടി ഇങ്ങനെ നോക്കി നിന്നിട്ട് സെറ്റാണോ ഓക്കെ ആണോ എന്നൊക്കെ നോക്കും, എന്നിട്ടേ കൂടെ വരുള്ളൂ. എന്താലേ അബുവിന് ഓരോരോ ശീലങ്ങൾ. അതേപോലെ എൻ്റെ ഒരു ശീലമാണ് ഇതേപോലെ കൊട്ട. നമ്മളിപ്പോൾ എന്ത് ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിലും ഒരു സാധനം ആയിക്കോട്ടെ 2 സാധനം ആയിക്കോട്ടെ, ഞാനത് നോക്കിയിട്ട് ഇത് തന്നെ പർച്ചേസിങ്ങിൻ്റെ മുന്നേ കൊട്ട എടുത്തിട്ട് വരും. അപ്പോൾ നമ്മളിതാ നോക്കുന്ന ഓരോരോ ഐറ്റംസ്, ഓഫറുള്ള ഐറ്റംസ് നോക്കിയിട്ട് ഇങ്ങനെ നമ്മൾ പോകുന്നുണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടിഷ്യൂസാണ് കേട്ടോ. കുറേ കമ്പനീസിന് ടിഷ്യൂസ് വരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഓഫറുള്ള, അതായത് ബൈ 1 ഗെറ്റ് 1 ആയിട്ടുള്ള ഓഫർ വരുന്ന ഈ ഒരു ടിഷ്യൂൻ്റെ ബോക്സ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഒന്നെടുത്താൽ നിങ്ങൾക്ക് ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടും. നിലവിലുള്ള ലുലുവിൽ ഓഫറാണത്. പിന്നെ ഈ ഓഫേഴ്സ് ഒന്നും എത്ര ഡേയ്സ് ഉണ്ടെന്നൊന്നും എനിക്ക് പ്രോപ്പറായിട്ട് പറയാൻ അറിയില്ല. നിങ്ങൾക്ക് ലുലുവിൻ്റെ ഈ ഒരു വെബ്സൈറ്റ് കയറി നോക്കിയാൽ കറക്റ്റായിട്ട് ഓഫർ ലേറ്റസ്റ്റ് ഉള്ളതൊക്കെ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അതറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനൊരു ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നോക്കിയിട്ടുള്ളത് ക്രോക്കറി ഐറ്റംസിൻ്റെ സെക്ഷനിലേക്കായിരുന്നു. എന്തൊക്കെ ഭംഗിയുള്ള പാത്രങ്ങളൊക്കെയാണ് ഉള്ളത്. അതിപ്പോൾ ഗ്ലാസ് നോക്കുകയാണെങ്കിൽ തന്നെ ഗ്ലാസിൻ്റെ ഒരുപാട് സെക്ഷൻസ് തന്നെ ഉണ്ട് കേട്ടോ. പക്ഷേ വില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമ്പയർ ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ സാധനങ്ങളിൽ വാങ്ങുന്നതിൽ കൂടുതൽ എല്ലാ സാധനങ്ങളും പോയി ഇങ്ങനെ നോക്കാനും അതേപോലെ തന്നെ അതിൻ്റെ വില നോക്കാനും മോഡൽ നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വാങ്ങുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഐസ്ക്രീം ബോൾ, അതേപോലെ തന്നെ ഗ്ലാസ്, ഇതിൻ്റെയൊക്കെ സെറ്റുകൾക്ക് നല്ല അഫോർഡബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. നല്ല ഡിസൈൻ, അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഈ ഒരു ഗ്ലാസ് സെക്ഷൻസിലെല്ലാം വരുന്നത്. ഞാനിങ്ങനെ ഓരോന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. 6 പീസിൻ്റെ സെറ്റൊക്കെ നല്ല അഫോർഡബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അറൗണ്ട് ഒരു 300 റുപ്പീസിനുള്ളിൽ 245 ഒക്കെ കാണിക്കുന്നുണ്ട്. പല മോഡൽസിനും അതായത് ഡിസൈനിനും അതേപോലെ തന്നെ ഈ ഒരു ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് പ്രൈസിൽ ഡിഫറൻസ് വരുന്നത്. പിന്നെ ഇതാ ഓയിലൊക്കെ നമ്മൾ ഇട്ട് വെക്കുന്ന കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു ബോട്ടിലില്ലേ 149 രൂപയാണ് കണ്ടത്. പക്ഷേ ഇതിന് എനിക്ക് കുറച്ച് റേറ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം 725 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഞാൻ UAE സമയത്ത് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ബോട്ടിലായിരുന്നു. ഇതേപോലത്തെ വേറൊരു കമ്പനീൻ്റെ ഒരു മോഡൽ കേട്ടോ. സംഭവം നല്ല രസമുണ്ട് കാണാൻ, ക്യൂട്ടായിട്ടുള്ള ഒരു പിൻട്രസ്റ്റിൽ നമ്മൾ കാണുന്ന പോലത്തെ നല്ല ഭംഗിയുള്ള, ഇതൊക്കെ പുതിയ വന്ന മോഡൽസാണ് കേട്ടോ. അപ്പോൾ റേറ്റിനനുസരിച്ച് ചിലപ്പോൾ ക്വാളിറ്റി ഉണ്ടായിരിക്കാം, എന്നാൽ കൂടി റേറ്റ് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്ഷൻ ഫുള്ള് വരുന്നത് കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. പാത്രങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള. ഞാനിപ്പോൾ ഇതാ പർച്ചേസ് ചെയ്തത് ടിഷ്യൂസ് പർച്ചേസ് ചെയ്ത്, അതേപോലെ തന്നെ റൂം പെർഫ്യൂം പർച്ചേസ് ചെയ്ത്, പിന്നെ കാറിൽ വെക്കുന്ന ഈ ഒരു സ്മെല്ലിൻ്റെ ഒരു സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അബു ഇങ്ങനെ ഓരോ കിച്ചൺ ആക്സസറീസൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, റേറ്റെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതാ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഒരുപാട് വെച്ചിട്ടുണ്ട്, നല്ല നല്ല മോഡൽസിലെല്ലാം വരുന്നത്. പിന്നെ ബിരിയാണി പോട്ട്, അങ്ങനത്തെ കുറേ ഐറ്റംസ്, എല്ലാ സാധനങ്ങളും ഏകദേശം ഈ ഒരു നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ലുലുവിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ പ്രൈസ് പറഞ്ഞപ്പോൾ അബു ശരിക്കും ഞെട്ടി. 725 രൂപ എന്നുള്ളത്. നമ്മൾ UAE നിന്ന് പർച്ചേസ് ചെയ്തപ്പോൾ ഈ ഒരു റേറ്റിൻ്റെ ഏകദേശം പകുതിയുടെ പകുതി പോലും റേറ്റ് ഇല്ലായിരുന്നു. പക്ഷെ അത് വേറെ മോഡലാണ്, ചിലപ്പോൾ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടായിരിക്കും. കണ്ടോ, പാത്രങ്ങളുടെ ഫുൾ സെക്ഷനാണ് ഇത് വരുന്നതെല്ലാം.
പിന്നെ ഞങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. അതായത് ഞാൻ ലുലുന്ന് കഴിഞ്ഞ പ്രാവശ്യം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐസ് ഇട്ട് വെക്കുന്ന കുറ്റിയാണ്. അന്ന് ഞാൻ പർച്ചേസ് ചെയ്തത് 50 രൂപക്കായിരുന്നു. ഇപ്പം കാണിക്കുന്ന പ്രൈസ് 55 രൂപയാണ് കേട്ടോ. പക്ഷേ അന്നും കുറേ ഇതേപോലെ തന്നെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. എൻ്റെ കുറ്റി ഇപ്പോൾ ഏകദേശം നിറയാനായി. ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ട് തോന്നിയുകൊണ്ട് അന്ന് പർച്ചേസ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടോ നിങ്ങൾ, ഐസ്ക്രീം ബോട്ടെല്ലാം വരുന്ന ബൗൾസ്, അതേപോലെ തന്നെ ഈ ഗ്ലാസ്സിന് ജ്യൂസ് ഗ്ലാസ്, അതേപോലെ തന്നെ ഡിന്നർ സെറ്റ്സ്, ഇതൊക്കെ അതിൻ്റെ ഒരു സെക്ഷനാണ് വരുന്നത് കേട്ടോ. പല പ്രൈസ് റേഞ്ചിൻ്റെ വരുന്നുണ്ട്. പ്രൈസ് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സെക്ഷൻ വരുന്ന ഫുള്ള് ഈ ഒരു സ്കൂൾ ആക്സസറീസ് ടു സെഡ് സാധനങ്ങൾ ഇവിടെ നല്ല സാധനങ്ങൾ കിട്ടും കേട്ടോ. അപ്പോൾ അതും ഞാൻ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാത്രങ്ങൾ ഞാനിങ്ങനെ ഓരോന്ന് എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ബിരിയാണി പോട്ട് വരുന്നത് 3.5 ആണെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇതാണ് വരുന്നത്. ഇതും ഇതേപോലെ ഓഫറിന് ഇട്ടിട്ടുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ വേറെ സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു സ്കൂൾ ആക്സസറീസ് കിട്ടുന്നതോടെ തന്നെ ഈ ഒരു കോയിൻസ്, അതായത് പല രാജ്യങ്ങളുടെ കോയിൻസ് ഏകദേശം നിങ്ങൾക്ക് ഇവിടെ കളക്ട് ചെയ്ത് ഇതേപോലെ വാങ്ങാൻ വേണ്ടി പറ്റും. ഈ പണ്ടെല്ലാം എനിക്ക് ഈ കോയിൻ കളക്ഷൻസ്, സ്റ്റാമ്പ് കളക്ഷൻസിലൊക്കെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊന്നും ഇത് ഇത്ര അവൈലബിൾ ആയിട്ട് കിട്ടില്ലായിരുന്നു. കുറേ നമ്മൾ കളക്ട് ചെയ്ത് ഓരോ ആൾക്കാരെ കയ്യിൽ നിന്നൊക്കെ ഒപ്പിക്കാറായിരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഉണ്ടാവും. നോട്ട് കളക്ഷൻസ് എല്ലാം കിട്ടുന്നത് പല രാജ്യങ്ങളിലുള്ള നോട്ടുകൾ, ഒറിജിനൽ നോട്ടുകൾ അടങ്ങിയിട്ടുള്ള ഇതേപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ്, എത്ര രാജ്യങ്ങളുടെ നോട്ടുകളാണെന്നുള്ള കമ്പയർ ചെയ്തിട്ടുള്ള എല്ലാം ഉണ്ട്. 1500 രൂപയാണ് ഈ ഒരു ബോക്സിന് വരുന്നത്. പിന്നെ ഇവിടെ കണ്ടോ ഇതേപോലെ ബാഗ്, അതേപോലെ തന്നെ കിറ്റുകളില്ല, നമ്മൾ ലഞ്ച് കിറ്റുകളെല്ലാം, അതായത് അതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഓഫർ ഇട്ടിട്ടുള്ള പ്രൊഡക്റ്റാണ്. നല്ല ക്ലോത്തിൻ്റെ ആണ് വരുന്നതെല്ലാം. ഈ ഒരു സ്കൂൾ ആക്സസറീസിൻ്റെ സംഭവങ്ങളിലെല്ലാം ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഒരുമിച്ചിട്ടുണ്ട്. വാട്ടർ ബോട്ടിൽസ്, കുട, അതേപോലെ തന്നെ ബുക്ക് പൊതിയുന്നത്, പെന്ന്, പെൻസിൽ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള A to Z സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ചെറിയ ഓഫേഴ്സാണ് ഇപ്പം നിലവിലുള്ളത്. പിന്നെ ഞങ്ങൾ ജസ്റ്റ് നോക്കിയിട്ടുള്ളത് നമുക്കൊരു ഈ ഒരു ഗ്യാസിൻ്റെ സ്റ്റൗ, അതായത് പോർട്ടബിൾ ഗ്യാസ് സ്റ്റൗ വേണമായിരുന്നു. അത്രയെല്ലാം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പുറത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഫുഡ് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ഒരു ചെറിയ കയ്യിൽ പിടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പോർട്ടബിൾ ഗ്യാസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് നോക്കിയായിരുന്നു. പക്ഷെ ലുലുവിൽ അത് കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ നോക്കിയിട്ടുള്ളത് ഇതേപോലെ തന്നെ ഫിഷിൻ്റെ ഡ്രൈ ആയിട്ടുള്ള ഡ്രൈ ഫിഷിൻ്റെ ഈ ഒരു ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ ഓഫർ ഉണ്ട് കേട്ടോ. നമുക്ക് ചെമ്മീൻ, അതേപോലെ തന്നെ സ്രാവ്, അങ്ങനെ ചെറിയ മീനുകളുടെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന കത്തി, അതേപോലെ തന്നെ കയ്യിൽ, അങ്ങനത്തെ സാധനങ്ങളില്ല. പിന്നെ ഗ്രില്ല് ചെയ്യുന്ന സാധനങ്ങൾ, ഇതെല്ലാം ഓഫറുണ്ട് കേട്ടോ നിലവിൽ. ഈ ഒരു ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യണവരാണെങ്കിൽ നോക്കി നോക്കുക. നിങ്ങൾക്ക് ലുലുവിൽ പോയാൽ ഒരുവിധം എല്ലാ സാധനങ്ങളും കിട്ടും. കോഴിക്കോട് ലുലുവിൽ ഏകദേശം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ ആൾക്കാരൊക്കെ ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അക്കപോലെ മെല്ലെ നോക്കിയായിരുന്നു പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൊതുക് ബാറ്റുണ്ട്, അതേപോലെ തന്നെ ഗ്രില്ലിൻ്റെ ഒന്ന് വാങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ അതിന് നേരെ ഓപ്പോസിറ്റാണ്. ഇതേപോലെ തന്നെ ഫിഷ് വേണ്ടവർക്ക് ഫിഷ്, ചിക്കൻ വേണ്ടവർക്ക് ചിക്കന്, മീറ്റ് വേണ്ടവർക്ക് മീറ്റ്, ലാമ്പ് വേണ്ടവർക്ക് ലാമ്പ്, ഇതെല്ലാം കിട്ടുന്ന സെക്ഷനായിട്ട് ഇതെല്ലാം ഓരോ ദിവസം ഓരോ ഓഫറാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോയപ്പോഴും ഇതേപോലെ ഓഫർ കണ്ടിട്ടുണ്ടായിരുന്നു. പൊതുവേ ആൾ നല്ല കുറവുണ്ട് കോഴിക്കോട് ലുലുവിൽ. ഇപ്പോൾ ഞങ്ങൾ പോയ ഡേയ്സ് മൊത്തത്തിൽ അങ്ങനെയാണെന്നൊന്നും അറിയില്ല, പക്ഷേ ആൾ നല്ല കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓഫറുകളുണ്ടെങ്കിൽ ആൾക്കാർ വരും. പിന്നെ വീക്കെൻഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർ അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ വീക്കെൻഡാണ് മെയിനായിട്ട് ഓഫറുകളൊക്കെ ഉള്ളത്. അപ്പോൾ പോവുകയാണെങ്കിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുക. പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ സെക്ഷനാണ് വരുന്നത്. അതേപോലെ തന്നെ മസാലാസ്, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ കണ്ടോ 199 രൂപയ്ക്ക് ഈ ഫിഷൊക്കെ വീട്ടിലൊക്കെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വാങ്ങി കൊടുക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഫിഷിൻ്റെ ഫുഡും, അതേപോലെ തന്നെ ഫിഷിൻ്റെ ഒരു ബൗൾ പോലത്തെ, ഒരു ബോട്ടിൽ പോലത്തെ ഇതേപോലത്തെ ഒരു സംഭവം കൂടി വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഫിഷ് ഐറ്റംസ് വരുന്നുണ്ട്, പല കളേഴ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും നോക്കി ലുലുവിൽ കിട്ടും, നോക്കി നോക്കുക. അപ്പോൾ അങ്ങനെ കുറേ ഐറ്റംസ് സാധനങ്ങളൊക്കെ പുതുതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ആക്ച്വലി ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3 months ഒക്കെ ആയിട്ടുണ്ടാവും ലുലുവിൽ, കോഴിക്കോട് ലുലുവിലെല്ലാം പോയിട്ട്. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സും വ്യൂസും എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ കോഴിക്കോടിൻ്റെ വീഡിയോസ് ഇപ്പോൾ ഇടാറില്ല എന്നുള്ളത്. ഒരു പരാതി മാറട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ അബു ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എല്ലാ സാധനങ്ങളും ഞാൻ നോക്കും, അതായത് മൊത്തം എവിടെ ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിലും എല്ലാ ഏരിയയും ഞാൻ കവർ ചെയ്ത് നോക്കും. പക്ഷേ കുറച്ച് എനിക്ക് വേണ്ട സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങാറുള്ളൂ. പക്ഷേ കുറേ ടൈം ഞാൻ സ്പെൻഡ് ചെയ്യും. അബുവിന് വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താണോ സാധനങ്ങൾ എടുക്കുന്നത് അത് വേഗം എടുക്കുക പോവുക, അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്ക് സാധനങ്ങൾ, പ്രത്യേകിച്ച് ഷോപ്പിംഗ് സംബന്ധിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവന് വേഗം വാങ്ങുക, വേഗം പോവുക, ആ ഒരു മൈൻഡാണ്. അപ്പോൾ ഡേറ്റ്സിൻ്റെ കുറേ കൺട്രീസിൻ്റെ ഡേറ്റ്സിൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡേറ്റ്സ് അധികവും ലുലുവിൽ എപ്പോഴും ഓഫർ കാണുന്ന ഒരു ഐറ്റംസാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഡേറ്റ്സും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഫുഡ് സെക്ഷനാണിത് വരുന്നത് ഫുള്ള്. അപ്പോൾ ഈ ഒരു ഫുഡ് സെക്ഷന്, അതേപോലെ തന്നെ ഈ ഒരു നമ്മളെ ചെയർ, അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ, കുക്കർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലാണ് വരുന്നത് കേട്ടോ. കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു 1 month 2 month ഗ്യാപ്പ് ഇട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിസ്പ്ലേ സെറ്റിങ്സിൽ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കുറച്ചൊരു സ്പേസ് ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു ലുലുവിൽ. പിന്നെ ആളും കുറവായതുകൊണ്ട് തന്നെ
നമുക്ക് സമാധാനത്തിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ ഓരോ സെക്ഷൻ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടോ, നമ്മൾ മറ്റേ ഈ ഒരു വെജിറ്റബിൾസിലൊക്കെ ഫ്രീ ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഐറ്റംസ് ഇതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ പ്ലാസ്റ്റിക് ഐറ്റംസിനൊക്കെ കുറച്ച് വിലക്കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റേറ്റ് കറക്റ്റായിട്ട് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, വേണ്ടവർ നോക്കിയിട്ടൊക്കെ പർച്ചേസ് ചെയ്യുക. എല്ലാ സാധനങ്ങളും കിട്ടും, അതായത് ഓഫർ ഉണ്ടെങ്കിൽ പോയിട്ട് വേഗം പർച്ചേസ് ചെയ്തോ. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനാണോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് പർച്ചേസ് ചെയ്യാനാണോ ഇഷ്ടം? എനിക്ക് ഓഫ്ലൈനായിട്ട് പോയി കണ്ട് നോക്കി ചെക്ക് ചെയ്തൊക്കെ വാങ്ങിയിട്ട് പർച്ചേസ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. പൊതുവേ ഓൺലൈനിൽ നിന്നൊക്കെ പ്രൊഡക്ട്സ് എടുക്കൽ വളരെ കുറവാണ്. അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ, കിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങാറുള്ളൂ. അപ്പോൾ ഇതേപോലെ കേക്കിൻ്റെ ഒക്കെ സെക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കേക്കുകളെല്ലാം. അപ്പോൾ അതെല്ലാം എപ്പോഴും നോക്കാറുണ്ട്. വാങ്ങിയിട്ടുണ്ടെങ്കിലും അപ്പോൾ വാങ്ങി തരൂല പൊതുവേ കേക്ക്സ് എല്ലാം കഴിക്കേണ്ടെന്ന് പറയും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് ഐറ്റംസ് എല്ലാം. ബേക്കറി എല്ലാ ഐറ്റംസും ഇഷ്ടമല്ല, പക്ഷേ ഈ ഒരു കേക്ക്, പുഡിങ്, അങ്ങനത്തെ സംഭവങ്ങൾ, ബ്രൗണി, അതേപോലത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ നല്ല കിട്ടിയാൽ എല്ലാം കഴിക്കുകയും ചെയ്യും. അപ്പോൾ വാങ്ങി തരുന്നത് ഭയങ്കര കുറവാണ്, കാരണം അത് വാങ്ങി തരാൻ സമ്മതിക്കുന്നില്ല, അൺഹെൽത്തി ആണെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അൺഹെൽത്തി ഉള്ള ആൾ ഇതേമാതിരി കണ്ണാടിയിൽ നോക്കിയിട്ട് കുറേ സാധനങ്ങൾ നോക്കിയിട്ട് വെള്ളം ഇറക്കുന്നുണ്ട്. കാരണം കേക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ കേക്ക് വാങ്ങി തന്നിട്ടില്ല, കാരണം വേണമെങ്കിൽ കഴിച്ചോ, ഹെൽത്തിന് നല്ലതല്ല എന്ന് പറയും. അപ്പോൾ കുറേയൊക്കെ ഞാൻ എന്ത് ചെയ്യും, വാശി പിടിച്ച് വാങ്ങും. ചില സമയത്ത് പിന്നെ പറയുമ്പോൾ ആ ഒരു മൈൻഡിൽ വാങ്ങുമല്ലോ കേട്ടോ. ഇത് കണ്ടു, നല്ല നല്ല ബേക്കറീസ് എല്ലാം വരുന്നത്, കുറേ അറബിക് ബേക്കറീസ് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. ബണ്ണ്, ബ്രെഡ്സ് എല്ലാം വരുന്ന കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ലുലുവിൻ്റെ ഫുഡ് സെക്ഷനിലൂടെ ജസ്റ്റ് ഒന്ന് പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും വാങ്ങിപ്പോൾ ആ ഒരു രീതിയിലുള്ള ഫുഡ് സ്മെല്ലാണ് വരുന്നത്. ഇപ്പോൾ കുബൂസ് ഐറ്റംസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. പിന്നെ ഇതേപോലെ തന്നെ ഒലീവ്സിൻ്റെ ഒക്കെ കുറേ സംഭവങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ ഷോപ്പിംഗ് വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളായിരുന്നു, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു റൂം പെർഫ്യൂം വാങ്ങി, പിന്നെ ടിഷ്യൂ വാങ്ങി, പിന്നെ നമ്മളെ കാറിൽ സ്മെല്ലിന് വെക്കുന്ന ഒരു ഫ്രാഗ്രൻസും വാങ്ങിട്ടോ. ഇതാണ് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാം ഓഫറിൽ ഇട്ടിട്ടുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു പ്രൈസിന് വാങ്ങാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ ബില്ലിംഗ് സെക്ഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പൊതുവേ തിരക്ക് ഭയങ്കര കുറവാണ്. വീക്കെൻഡിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാകുന്നതാണ്. ഇന്ന് പക്ഷേ ഭയങ്കര തിരക്ക് കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ബില്ലിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ പോകുന്നത് മുകളിലത്തെ സെക്ഷനിലേക്കാണ്. അതായത് ഈ ഒരു നമ്മളെ താഴത്തെ, അതായത് ഏറ്റവും താഴെ നമ്മളെ സ്കൂൾ ആക്സസറീസ്, അതായത് പ്രത്യേകിച്ച് ബാഗുകൾ, സ്കൂൾ സംബന്ധിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഓഫറുള്ള ഇത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആ സെക്ഷനിലേക്ക് പോയിട്ടില്ല, അവിടെ നിന്നൊന്നും വാങ്ങാനില്ലാത്തതുകൊണ്ട്. പിന്നെ നോക്കിയിട്ടുള്ളത് ഇലക്ട്രോണിക്സും അതേപോലെ തന്നെ ഗാഡ്ജറ്റ്സും ഒക്കെ ഉള്ള സെക്ഷനിലാണ് കേട്ടോ. ഓഫർ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ 17 അപ്പം ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓഫറിന് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നല്ല ഭംഗിയുണ്ട് ലുലുവിൻ്റെ ഈ ഒരു സെക്ഷൻസ് എല്ലാം. നമുക്കെല്ലാം നോക്കി എക്സ്പീരിയൻസ് ചെയ്തിട്ടൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ടി വി കാര്യങ്ങൾ, അതേപോലെ തന്നെ ഹെഡ്സെറ്റ്. അബുവിൻ്റെ കയ്യിൽ JBLൻ്റെ ഒരു നല്ലൊരു ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നു ഗൾഫിലുള്ള സമയത്ത്, അതവിടെ കൊണ്ടുപോയി കളഞ്ഞ്. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഒറിജിനൽ JBLൻ്റെ ഈ ഒരു ഹെഡ്സെറ്റ്സിനൊക്കെ. അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ ഓഫറുണ്ട് അത്യാവശ്യം. പിന്നെ അതേപോലെ തന്നെ ക്ലീൻ ചെയ്യുന്ന ഐറ്റംസ്, ഇതൊക്കെ ഞങ്ങൾ ഓഫറുള്ള സ്ഥലങ്ങളൊക്കെ കവർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ നോക്കിയിട്ടുണ്ടായിരുന്നത് ഒരു ഡ്രസ്സിൻ്റെ സെക്ഷനായിരുന്നു കേട്ടോ. അതൊക്കെ ഓരോരോ റോയലായിട്ടാണ് വരുന്നത്. ഇതൊക്കെ കിഡ്സിൻ്റെ ഒക്കെ പ്രത്യേകിച്ച് നല്ല ഓഫർ കണ്ടിട്ടുണ്ട്, കുറേ ബ്രാൻഡിനെല്ലാം. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കൊക്കെ വാങ്ങുന്നവരുണ്ടെങ്കിലോ നിങ്ങൾക്ക് വാങ്ങുന്നവരൊക്കെ ഉണ്ടെങ്കിലോ ഒക്കെ ഓഫറോട് കൂടിയിട്ട് പർച്ചേസ് ചെയ്യാം. നല്ല തുണിയാണെല്ലാം വരുന്നത് കേട്ടോ, മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ ഉണ്ട്. പ്രൈസ് കാര്യങ്ങളൊക്കെ പല പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ന്യൂ ബോൺ ബേബീസിൻ്റെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുക. ഇനിയും ഞങ്ങൾ ഓഫർ നോക്കി പോയപ്പോൾ കണ്ടിട്ടുള്ളത് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള, അതായത് പ്രത്യേകിച്ച് ഗ്യാസ് സ്റ്റൗ, അതേപോലെ തന്നെ ഈ ഒരു എയർ ഫ്രയർ, പിന്നെ അയൺ ബോക്സ്, അതേപോലെ തന്നെ ഈ മിക്സി, ഇതിനൊക്കെ ഓഫർ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഓഫറാണ് കേട്ടോ. പ്രൈസ്, അതായത് ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഒരു 1 മന്ത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ഓഫർ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള ഈ ഒരു ഓഫർ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ഓരോ ഡേയ്സും അതേപോലെ തന്നെ വീക്കിലി ആയിക്കോട്ടെ ഡേയിലായിക്കോട്ടെ ഓഫർ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ കാണുമ്പോൾ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ നോക്കുക. അയൺ ബോക്സൊക്കെ 550 റുപ്പീസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കെറ്റലിലൊക്കെ നല്ല പ്രൈസ് കുറവ് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സെക്ഷനെല്ലാം നോക്കി ഞങ്ങൾക്ക് ഈ ഒരു സെക്ഷനിൽ നിന്നും ഒന്നും വാങ്ങാനില്ലാത്തതുകൊണ്ട് തന്നെ കണ്ടു ഓടി വേഗം പോകുന്നുണ്ട്. കാരണം നിൽക്കുന്തോറും എക്സ്പെൻസ് ആണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് മൂവ് ആവുന്നുണ്ട്. ചെരുപ്പുകൾ വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ 70%, അതായത് നിലവിലുള്ള പ്രൈസിൻ്റെ 70% ഓഫറോട് കൂടിയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ എപ്പോഴും ഇഷ്ടമാണ് ഇവിടുന്ന് ചെരുപ്പ്, ഷൂ എല്ലാം പർച്ചേസ് ചെയ്യുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ടാവുമെന്ന് എപ്പോഴും പറയും. അപ്പോൾ ഷൂസ് ഇതേപോലെ തന്നെ ഓഫർ കണ്ടിട്ടുണ്ടായിരുന്നു 40%-ലൊക്കെ പല ബ്രാൻഡിനും വരുന്നത്. റിബോക്കിലൊക്കെ നല്ല ഓഫറുണ്ട്. പിന്നെ ടോയ് സെക്ഷനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ. ജസ്റ്റ് അതിന് കുറേ ഓഫറൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കിഡ്സിൻ്റെ സെക്ഷനിലെല്ലാം.
അപ്പോൾ ഇതാ ഓരോന്നോരോന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അടുത്താണ് ചെരുപ്പെല്ലാം വാങ്ങിയതുകൊണ്ടൊക്കെ അതുകൊണ്ട് അപ്പോൾ രക്ഷപ്പെട്ട്, കാരണം പ്രത്യേകിച്ച് പിന്നെ ചെരുപ്പൊന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെ 399 ടു സ്റ്റാർട്ടിംഗ് പ്രൈസിൽ ഓഫറിലിട്ടിട്ടുള്ള പ്രൊഡക്റ്റാണ്. കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ, നോക്കിയിട്ടൊക്കെ പർച്ചേസ് ചെയ്യാം. എനിക്ക് ബാഗ്സ് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അതായത് ഞാൻ പൊതുവേ എൻ്റെ കയ്യിൽ വളരെ കുറവുള്ളതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പം ഈ ബാഗിൻ്റെ ഈ ഒരു ബ്രാൻഡിൻ്റെ ബാഗ് ഒരുപാട് ബ്രാൻഡ്സ് ബാഗിൻ്റെ ഒക്കെ ഓഫർ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫാസ്റ്റ് ട്രാക്കിൻ്റെ ബാഗ്സിനൊക്കെ കുറേ ഓഫർ ഇട്ടിട്ടുള്ള കണ്ടിട്ടുണ്ട്. അപ്പോൾ നല്ല അത്യാവശ്യം പ്രൈസ് വരുന്നുണ്ട്, പക്ഷേ ഓഫറോട് കൂടിയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഹെയർ ആക്സസറീസ്, അതായത് ക്ലിപ്സ്, അതങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇതേപോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പൊതുവേ ഫാൻസി വല്ല യൂസ് ചെയ്യാത്ത ഒരാളാണ്, പക്ഷേ ഫാൻസി ഐറ്റംസ് എവിടെ കണ്ടാലും ഞാൻ വാങ്ങുന്ന ഒരാളാണ്. എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടാവും അങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടിയാണ് ഈ ഒരു സെക്ഷൻ നോക്കാം. ഇവിടെ ഒരുപാട് ഐറ്റംസൊക്കെ നിങ്ങൾക്ക് സമാധാനത്തിൽ പർച്ചേസ് ചെയ്യാം. പിന്നെ 199 രൂപ മുതൽ ഈ ഒരു സെക്ഷനിൽ ബാഗുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് പ്രൈസാണ് വരുന്നത്. അപ്പോൾ കിഡ്സിൻ്റെ കുറേ ബാഗ്സ് ഉണ്ട് കേട്ടോ, നോക്കിയിട്ടൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ അവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ പോയി നോക്കിയപ്പോൾ അതേപോലെ തന്നെ ടോയ്സിൻ്റെ സെക്ഷൻ കണ്ട്. അപ്പോൾ മങ്കീസിനെ അങ്ങനെ നോക്കി കുറേ നടന്നു, പക്ഷേ മങ്കിനെ കാണാനില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഉള്ളതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. കുറേ ഐറ്റംസ് ടോയ്സിൻ്റെ ഓഫർ ഇട്ടിട്ടുള്ള കണ്ടിട്ടുള്ളൂ. അവ ഇങ്ങനെ ഓരോന്നും എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഫോണിൽ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമുണ്ടാകുന്ന സമയത്ത് പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് ഐറ്റംസൊക്കെ ആണല്ലോ നമ്മളെ വാട്സപ്പിലൊക്കെ ഇപ്പോൾ സ്റ്റിക്കറായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ ടോയ്സിൻ്റെ സെക്ഷനൊക്കെ ഒരുപാട് ഐറ്റംസ് ഒക്കെ നിരന്ന് നിൽക്കുന്നുണ്ട്. ഷോറൂമിൽ കാറ് നിർത്തിയിട്ടതുപോലെ ഇതൊക്കെ ഓഫറുള്ള ഐറ്റംസ് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഓഫറൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഓഫർ ആവില്ല, പിന്നെ നിങ്ങൾ ചെന്ന് നോക്കുമ്പോൾ അതിങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കും. പക്ഷെ എന്നാൽ കൂടി എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ഓഫർ ഉണ്ടാവും. വീക്കെൻഡ് അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഓഫർ നിങ്ങൾക്ക് അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല ഓഫറുള്ള ടൈമും ഉണ്ട്, അതായത് നിങ്ങൾക്ക് നല്ല വേർത്തായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതാണോ ഫൈനലി നോക്കി കറക്റ്റായിട്ടുള്ള സംഭവം തന്നെ കിട്ടിയിട്ടോ. അപ്പോൾ ഇതും കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സെക്ഷനിലൊക്കെ പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഷോപ്പിങ്ങിന് പോകുമ്പോൾ ടൈം എത്ര പോയി എന്നുള്ള മനസ്സിലാകാത്ത ഒരു ഇതാണ് ഈ ലുലുവിലൊക്കെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് സെക്ഷൻ നോക്കി നോക്കാം. നമുക്ക് ഇതും ഇതേപോലെ തന്നെ ടോയ്സിൻ്റെ സെക്ഷൻ തന്നെയാണ്. ഇത് ഓഫറൊക്കെ ഇട്ട് കണ്ടപ്പോൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നോക്കി നോക്കുക. ഇത് കണ്ടോ, ഓരോന്നോരോന്ന് ഫോട്ടോ എടുത്ത് ഇങ്ങനെ വെക്കുന്നത് ഓരോ ടൈമിന് ഓരോ ക്യാരക്ടറാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ലുലുവിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കാണുന്ന ഒരുപാട് പേരുണ്ടാവും ലുലുവിലൊക്കെ പോയിട്ട് പർച്ചേസ് ചെയ്യുന്നവരൊക്കെ. അപ്പോൾ പലർക്കും എൻ്റെ വീഡിയോസ്, കോഴിക്കോടിൻ്റെ വീഡിയോസ് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നറിയാം. നമ്മളെ ചാനലിൽ ഒരുപാട് പേഴ്സണൽ ഷോപ്പിംഗ് സംബന്ധിച്ചുള്ള സംഭവങ്ങളൊക്കെ ഇടുമ്പോൾ പലപ്പോഴും എനിക്ക് ടൈം കിട്ടാറില്ല. അതുകൊണ്ടൊക്കെയാണ് പലപ്പോഴും ഇടാത്തത്. ഞാൻ പക്ഷേ എന്നാലും ഇടയ്ക്കൊക്കെ ഇടണം അങ്ങനെ വിചാരിക്കും. അപ്പോൾ എന്തായാലും ഇന്ന് പോയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വേണ്ടില്ല, നോക്കിയിട്ടൊക്കെ നമ്മളൊരു ഷോപ്പിംഗ് വ്ളോഗ് ഇടാം എന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മളെ ഷോപ്പിംഗ് വ്ളോഗ് വരുന്നത്. കണ്ടോ, ഡ്രസ്സിൻ്റെ സെക്ഷനൊക്കെ പോയി ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കുറേ ഓഫറുണ്ട് ഓരോ ഐറ്റംസിനെല്ലാം വരുന്നത്. ജസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് സമാധാനത്തിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളൊരു പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് എന്താണ് ലുലുവിലെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് വഴി ജസ്റ്റ് ഒന്ന് പറയുക. ബോൺ ബേബീസ് ഉള്ള ആൾക്കാരും പിന്നെ അതേപോലെ തന്നെ കിഡ്സിൻ്റെ സാധനങ്ങളൊക്കെ നല്ല നോക്കി നടക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലുലുവിൽ വന്ന് നോക്കാം. ഈ ഒരു സെക്ഷൻ തന്നെ ഉണ്ട് ഇവിടെ. എല്ലാ സാധനങ്ങളും ഏകദേശം എല്ലാ സാധനങ്ങളും ഇവിടെ നിങ്ങൾക്ക് കിട്ടും, ടോയ്സ് അടക്കം. അപ്പോൾ ഇതൊക്കെ കണ്ടോ, നമുക്ക് തൊട്ടില, അതേപോലെ തന്നെ ഈ ഒരു ബേബി കിറ്റ്, അതേപോലെ തന്നെ ബേബീസിൻ്റെ സാധനങ്ങളില്ലേ, ആക്സസറീസ് എല്ലാം, അതെല്ലാം ഇവിടെ നല്ല വിലക്കുറവിന് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ബേബി ഡ്രസ്സും അത്യാവശ്യം നല്ല ഭംഗിയുള്ള കുറേ ഡിസൈൻസ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. ചെറിയ ന്യൂബോൺ ബേബീസിൻ്റെ ചെറിയ ഡ്രസ്സുകളൊക്കെ ഇല്ലേ, കോട്ടണിലൊക്കെ വരെ തുണികൾ, അങ്ങനത്തെ ഐറ്റംസ് അതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്ലോത്താണ് വരുന്നത് കേട്ടോ. 89 റുപ്പീസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 69 രൂപ മുതൽ ഈ ഒരു ബേബീസിൻ്റെ ആക്സസറീസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ ഒരു കിഡ്സിൻ്റെ സെക്ഷനാണ് വരുന്നത്. ജസ്റ്റ് ഇങ്ങനെ വെറുതെ ആ വഴിക്ക് പോയപ്പോൾ ഇങ്ങനെ നോക്കി. നമ്മളെ ഫാമിലിയിൽ തന്നെ ഇപ്പോൾ ഒരുപാട് ന്യൂബോൺ ബേബീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ട സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ ഓരോന്ന് നോക്കിയിട്ട് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ലുലുവിലൊക്കെ പർച്ചേസിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ നമ്മളെ കോഴിക്കോടിൻ്റെ വീഡിയോസ് വല്ലാണ്ട് മിസ് ചെയ്യുമ്പോൾ ഇതേപോലെയൊക്കെ നമ്മളെ വീഡിയോസായിട്ട് ഞാൻ വരും വീണ്ടും. അപ്പോൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക. നമ്മളെ വീഡിയോസ് എല്ലാം പ്രോപ്പറായിട്ട് കാണുന്ന ഒരുപാട് നമ്മളെ സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഉണ്ട്. അതേപോലെ തന്നെ എൻ്റെ മെമ്പർഷിപ്പ് മാസങ്ങളോളം എടുക്കുന്ന ആൾക്കാരെ എനിക്കറിയാം, ഞാൻ കാണാറുണ്ട്. അപ്പോൾ അവരോടെല്ലാം വെരി താങ്ക് യു. കാരണം നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മളെ ചാനൽ മുന്നോട്ട് പോകുന്നത്. സോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. ഞാൻ നെഗറ്റീവ് കമൻറ്റ്സ് ഒന്നും എനിക്ക് അത്ര ഏശാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. സോ എനിവേ താങ്ക് യു സോ മച്ച്. എന്തായാലും നിങ്ങൾ വീഡിയോസ് എല്ലാം ഫോളോ അപ്പ് ചെയ്യുക. ഇതേപോലത്തെ നല്ല ഷോപ്പിംഗ് വ്ളോഗായിട്ട് ഇനിയും ഞാൻ വരും. അപ്പോൾ ചാനൽ എന്തായാലും ഫോളോ അപ്പ് ചെയ്തോ. മറ്റൊരു നല്ല വ്ളോഗായിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈസ്.